എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ മണ്ണുണ്ടാക്കി എടുക്കാമെന്നാണ്. ഇത് തണുപ്പില്ലാത്ത മണ്ണാണ്, അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ഡൈപ്പറാണ്. കുട്ടികളുടെ ഡൈപ്പർ ശേഷം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ മാനിപാക്കോ പാൻസിൻ്റെ സ്നഗ്ഗീസാണ് എടുത്തിരിക്കുന്നത്. അതിന് 12 രൂപ വിലയുള്ളൂ. ഞാനൊരു സിസർ വെച്ച് അത് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് പുറത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ വേസ്റ്റ് കളയാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ സ്നഗ്ഗീൻ്റെ ഉള്ളിലെ ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാം. സൂക്ഷിച്ചെടുക്കുക, കീറാണ്ടെടുക്കുക. നമുക്ക് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് സ്നഗ്ഗീൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് കട്ട് ചെയ്താൽ മതിയാവും, കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കൈകൊണ്ട് പിടിപ്പിക്കാവുന്നതാണ്. കനം കുറഞ്ഞ തുണികളായിരിക്കും ഇതിൻ്റേതൊക്കെ. കീറിക്കളയുക. നമുക്ക് അതിൻ്റെ ഉള്ളിലെ പഞ്ഞികളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പഞ്ഞികളൊക്കെ നമുക്കൊന്ന് വിടിയിച്ചു കൊടുക്കാം. കുഞ്ഞി കുഞ്ഞി പീസാക്കാം. നമ്മൾ നിരത്തെടുത്ത് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആ പഞ്ഞികളൊക്കെ മഞ്ഞ് പോലെ ആയിരിക്കുകയാണ്. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. നമുക്ക് കാണാം അതൊക്കെ ഒരു ഐസിൻ്റെ പൗഡർ പോലെ ആയിരിക്കുകയാണ്, മഞ്ഞ് പോലെ ആയിരിക്കുകയാണ്. ശരിക്കും അതൊരു മഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാൻ പരീക്ഷിക്കാവുന്നതാണ്. ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊന്നും കളിക്കാൻ കൊടുക്കാതിരിക്കുക, കാരണം ഇവരിത് വായിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് കെമിക്കലാണ്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ലിറ്ററിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അരഭാഗം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഐസ് ബോളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. സ്നോ ബോളൊക്കെ ഉണ്ടാക്കി നമുക്ക് കളിക്കാവുന്നതാണ്. ഇതിന് തണുപ്പ് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തണുപ്പുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ സംഭവത്തിന് സ്നോക്ക് തണുപ്പുണ്ടാവുന്നതാണ്. മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ